എടാ അമ്മൂസേ, ഹോംവർക്ക് എഴുതിയടാ? എന്താടാ അപ്പൂസേ, നീ എന്തിനാ കരയണ്? എടാ അപ്പൂസേ, ചേച്ചി ഹോംവർക്ക് എഴുതല്ലേ, ചേച്ചി ശല്യം ചെയ്യാൻ പറ്റില്ല. നീ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വാ, നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം. ഇവിടെ അപ്പൂസേ, നിനക്ക് എന്താ പെൻസിലല്ലേ വേണ്ടത്? അത് ചേച്ചിയുടെ പെൻസിലല്ലേ, ചേച്ചി സ്കൂളിലേക്ക് കൊണ്ടുപോകണതല്ലേ. നിനക്ക് പെൻസിൽ വേണമെങ്കിൽ അച്ഛൻ വേറെ പെൻസിൽ തരാം. അയ്യോടെ അപ്പൂസേ, നിനക്ക് പെൻസിലല്ലേ വേണ്ടത്, നിക്ക് അച്ഛൻ പെൻസിൽ കൊണ്ടുവരാം. എടാ അപ്പൂസേ, ഇതാ നിനക്ക് പെൻസിലല്ലേ വേണ്ടത്. ഇവിടെ നോക്ക്, അച്ഛൻ കുറെ പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാ ഈ പെൻസിൽ വെച്ച് കളിക്ക്. അയ്യടാ അപ്പൂസേ, അത് വേണ്ടടാ, അത് ചേച്ചിയുടെ പെൻസിലല്ലേ. ചേച്ചി ഹോംവർക്ക് എഴുതട്ടെ. നിനക്ക് ഇതിൽ കുറെ കളർ പെൻസിൽ ഉണ്ട്, ഇത് വെച്ച് കളിക്കടാ. അപ്പൂസേ, എന്താടാ, ആ പെൻസില് ഈ പെൻസില് എല്ലാം ഒന്ന് തന്നെയാടാ. നിനക്കെന്താ അതില് ബ്ലൂ കളർ പെൻസിലല്ലേ ഇഷ്ടം? അതേ ബ്ലൂ കളർ പെൻസിൽ ഇതിലും ഉണ്ട്. നിനക്ക് അച്ഛ എടുത്തു തരാം. ഇതാ അപ്പൂസിന് ഇഷ്ടപ്പെട്ട ബ്ലൂ കളർ പെൻസില്, ചേച്ചിയുടെ പെൻസിൽ പോലെ തന്നെ ഉണ്ട്. ഇന്നാ ഇത് വെച്ച് കളിച്ചോ. എടാ അപ്പൂസേ, എന്താടാ ഇത്? ആ പെൻസിൽ തന്നെ നിനക്ക് വേണോ? അത് ചേച്ചിയുടെ അല്ലേ. പിന്നെ ആ പെൻസില് ഈ പെൻസില് എല്ലാം ഒന്ന് തന്നെയാടാ.
അയ്യോ എന്താടാ അപ്പൂസേ. ശരി അമ്മു, അവൻ കരയല്ല, അവന്റെ കയ്യിൽ കുറച്ചു നേരം ആ പെൻസിൽ കൊടുക്ക്, അവൻ കളിച്ചിട്ട് തരട്ടെ. ശരി കുഴപ്പമില്ലടാ അമ്മൂസേ, അവൻ ആ പെൻസിൽ തന്നെ വേണമെന്നല്ലേ പറയണ്. അത് നീ ഓൾറെഡി ഉപയോഗിച്ചതല്ലേ, അത് ചെറുതായിട്ടുണ്ടാവും, അത് അവന്റെ കൈ കൊടുക്ക, അവൻ കളിച്ചോട്ടെ. അച്ഛൻ ഇപ്പൊ തന്നത് പുതിയ പെൻസിലല്ലേ, വലിയ പെൻസിലല്ലേ, നീ അത് വെച്ചോ. എന്റെ ദൈവമേ, ഇവര് രണ്ടുപേരെയും കൊണ്ട് തോറ്റല്ലോ. അവനാണെങ്കിലോ അവളുടെ പെൻസിൽ തന്നെ വേണമെന്നാ പറയണ്, അമ്മൂസ് ആണെങ്കിലോ അത് കൊടുക്കൂല്ല, അവൾക്കും അതന്നെ വേണമെന്നാ പറയണ്. ഇപ്പൊ എന്ത് ചെയ്യും? ശരി ശരിയടാ അപ്പൂസെ, കാര്യണ്ട, നിനക്ക് എന്താ ആ പെൻസിലല്ലേ വേണ്ടത്, അച്ഛൻ വാങ്ങിച്ചു തരാൻ നിക്ക്. എടാ അമ്മൂസ ഇവിടെ നോക്ക്, അപ്പൂസ ആ പെൻസിൽ തന്നെ വേണമെന്നല്ലേ കാര്യണ്, അത് അവന്റെ കയ്യിൽ കുറച്ചു നേരം കൊടുക്കടാ. ശരി കുഴപ്പമില്ലടാ അമ്മൂസേ, അപ്പൂസ് ചെറിയ കുട്ടിയല്ലേ, അവന് പറഞ്ഞാ മനസ്സിലാവില്ല, അവൻ അതന്നെ വേണമെന്ന വാശി പിടിക്കണ്. പക്ഷെ നീ വലിയ കുട്ടിയായില്ലേ, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? പിന്നെ അപ്പൂസ് നിന്റെ അനിയനാ, അവൻ എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ കൊടുക്കണം. നിന്റെ അനിയനെ നീ ഇങ്ങനെ കരയിപ്പിക്കാൻ പാടുവോ? അവൻ പൊട്ടിക്കൊന്നുമില്ലടാ, അവൻ വെറുതെ ചോദിക്കാണ്, കുറച്ചു നേരം കയ്യിൽ വെച്ച് കളിച്ചിട്ട് അവൻ തരും. പിന്നെ അതുമല്ലാതെ പൊട്ടിച്ചാലും കുഴപ്പമില്ല. ഇവിടെ നോക്ക്, എത്ര പെൻസിലുണ്ട്, ഇതെല്ലാം നിന്റെതല്ലേ. അവൻ നിന്റെ അനിയനല്ലേ, അവനെ കരയിപ്പിക്കാതെ അവൻ ചോദിച്ചതൊക്കെ കൊടുക്കുമെന്ന് നീയല്ലേ പറഞ്ഞത്. ഇപ്പൊ ഈ ചെറിയ പെൻസിലിന് വേണ്ടി നിന്റെ അനിയനെ നീ കരയിപ്പിക്കണത് ശരിയാണോ? അവിടെ നോക്കടാ, അവൻ പാവല്ലേ, എങ്ങനെ കരയണ നോക്ക്. നോക്കടാ ഉണ്ണിക്കുട്ടൻ കരയണു, പാവല്ലേ, നീ അവന്റെ ചേച്ചിയല്ലേ, നിനക്ക് നിന്റെ അനിയന്റെ മേല് സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ പെൻസിൽ അവന് കൊടുക്ക്. രണ്ടല്ല, ഈ ബോക്സിലുള്ള എല്ലാ പുതിയ പെൻസിലും നിനക്ക് തന്നെയാണ്, നീ തന്നെ വെച്ചോ. പക്ഷെ അവൻ ചോദിക്കണ ആ പെൻസിൽ മാത്രം അവന് കൊടുക്കടാ, അതിനു വേണ്ടിട്ടാണ് അവൻ കരയുന്നത്. കണ്ടടാ അമ്മൂസേ, നീ പെൻസിൽ കൊടുത്തതും അപ്പൂസിന് എത്ര സന്തോഷമായിന്ന്. അതേടാ, ഇതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ എന്തെങ്കിലും ചോദിച്ചാലും അവനെ കരയിപ്പിക്കാതെ അത് കൊടുത്ത് ഉണ്ണിക്കുട്ടനെ ചിരിപ്പിക്കണം. കൊടുക്കണോടാ, അച്ഛൻ വാങ്ങിച്ചു തരുന്നതെല്ലാം അമ്മൂസിനും അപ്പൂസിനും കൂടെ ഉള്ളതല്ലേ. അപ്പൂസിന് വേണ്ടത് നീ അപ്പൂസിന് കൊടുത്താ അച്ഛൻ നിനക്ക് വേറെ പുതിയത് വാങ്ങിച്ചു തരും. അതുകൊണ്ട് രണ്ടുപേരും ഏതൊരു സാധനത്തിനും അടിയുണ്ടാക്കാതെ കളിക്കണം.